ദി ആരോസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ എം ജി സുരേഷ് കുമാറുമായി ഒരു അഭിമുഖമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരളം അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഉപഭോഗം എന്ന നിലയിൽ നമുക്ക് മാറ്റിവെക്കാനും കഴിയില്ല. കടുത്ത ചൂടിൽ ഓരോ വീട്ടിലും ക്രമാതീതമായ ഉപഭോഗമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വർദ്ധിച്ച ബില്ലും ജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ഉപകരണങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് വൈദ്യുതി നിയന്ത്രിക്കാൻ കഴിയും എന്ന കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ ഗുണകരമാകുന്ന രൂപത്തിൽ നിലനിർത്തുവാനും അതോടൊപ്പം തന്നെ ക്രമത്തിലധികമായി അനാവശ്യമായി വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുവാനും ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ശ്രദ്ധയിലൂടെ നമുക്ക് കഴിയും. ഇന്ന് നമ്മുടെ അതിഥിയായി പങ്കെടുക്കുന്നത് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളായ ഡോക്ടർ എം ജി സുരേഷാണ്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എം ജി സുരേഷ് കുമാർ, ഇന്ന് കേരളം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന കാര്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മീഡിയയൊക്കെ തന്നെ വളരെ ഗൗരവമായി ചർച്ചയാണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അവർ ഉപയോഗിച്ചെങ്കിൽ പോലും വലിയ ബില്ല് വരുമ്പോൾ കൺസ്യൂമേഴ്സിനെല്ലാം വളരെ വിഷമമുണ്ട്. ഏതെല്ലാം കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിയിലൊക്കെ നിയന്ത്രണവും അതോടൊപ്പം ബില്ല് കുറയ്ക്കാൻ കഴിയും? ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ തവണത്തെ വൈദ്യുതി ഉപഭോഗ വർധനവിൽ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതെ. ആ പ്രത്യേകത ഒന്ന്, കഴിഞ്ഞ കുറേ കാലമായി ഒരു 3-4% വെച്ചാണ് കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാറുണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം 14% വർധനമാണ് ഉണ്ടായത്. അത് രണ്ടിലും ഉണ്ടായിട്ടുണ്ട്. അതായത് അതെ, പീക്ക് ലോഡിൽ ഏകദേശം 700 മെഗാവാട്ടിൻ്റെ വർധന ഉണ്ടായി. 5000 മെഗാവാട്ടിൽ നിന്ന് 5700 മെഗാവാട്ടിലേക്ക്. അതുപോലെ തന്നെ 100 മില്യൺ യൂണിറ്റ് ഒക്കെ ആയിരുന്നു പരമാവധി ഒരു ദിവസം വന്നിരുന്ന ഉപഭോഗമെങ്കിൽ അത് 113.2 മില്യൺ യൂണിറ്റ് വെച്ചാൽ അവിടെയും 13% വർധനവ് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രത്യേകത. രണ്ടാമതുള്ള പ്രത്യേകത, വൈദ്യുതി ഉപഭോഗം നമ്മൾ പീക്ക് ലോഡ് എന്നൊക്കെ പറയുന്നത് ഒരു 6:30 മുതൽ ഒരു 10:30 വരെയുള്ള സമയമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോക്കി കാണാൻ കഴിയും, ഈ 10:30-ക്ക് ശേഷമാണ് വൈദ്യുതി ഉപഭോഗം തുടർച്ചയായി വലിയ അളവിൽ നിൽക്കുന്നത്. അത് ഏകദേശം 2 മണി വരെയൊക്കെ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും? സ്വാഭാവികമായിട്ട് അത് AC ലോഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട്, AC ഫാൻ അടക്കമുള്ള ലോഡ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട്. രണ്ടാമത് ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് എന്ന് പറയുന്നതും അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ആളുകൾ ധാരാളമായി ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം 2023 തുടക്കത്തിൽ കേരളത്തിൽ ഒരു 15,000-20,000 ഇലക്ട്രിക് വെഹിക്കിളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2024 തുടക്കമാകുമ്പോഴേക്ക് അത് 75,000-ന് മുകളിലായിട്ടുണ്ട്. ഇപ്പോൾ അതൊരു 1,00,000-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ വല്ലാണ്ട് കൂടുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന ഇതിൽ തന്നെ ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ 7 കിലോവാട്ടാണ്, 7.2 കിലോവാട്ടാണ് ഇലക്ട്രിക് കാറിന്റെ ചാർജിങ് പ്ലഗിനുള്ളത്. സാധാരണ ഒരു വീട്ടിൽ ഒരു 10,000, 3,000, 4,000 കിലോവാട്ടാണ് ടോട്ടൽ ലോഡ് ഉണ്ടാവുക. അതിനകത്ത് ഒരു കാറിന് മാത്രം 7 കിലോവാട്ട് ലോഡ് വരികയാണ്. ഇപ്പോൾ ഒരു സാധാരണഗതിയിലൊരു ട്രാൻസ്ഫോമർ ഏരിയയിൽ, അതായത് 100 kVA ട്രാൻസ്ഫോമർ ഏരിയയിൽ ഒരു 15 കാർ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ പൂർണ്ണമായും ഈ കാറ് ചാർജ് ചെയ്യാൻ തന്നെ വേണം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പം ഈ രൂപത്തിൽ നമ്മുടെ വൈദ്യുതി ഉപഭോഗത്തിന്റെ വർധനവിൽ അതിൻ്റെ പാറ്റേണിൽ തന്നെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി കൂട്ടത്തിൽ കാണേണ്ടതാണ്. അപ്പോൾ 2 തരത്തിലാണ് നമ്മൾ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടത്. ഒന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിൽ പൊതുവായി രക്ഷപ്പെടാൻ ഏതൊക്കെ രൂപത്തിലുള്ള ഇടപെടലുകൾ ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്ന്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ കഴിയും. 2, വ്യക്തികൾ എന്ന നിലയ്ക്ക് ഓരോരുത്തരുടെയും വൈദ്യുതി ബില്ല് ഈ കാലഘട്ടത്തിൽ എന്തായാലും വലിയ രൂപത്തിൽ വർദ്ധിക്കും. കാരണം ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ബില്ല് വർദ്ധിക്കും. അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് തന്നെ അത് ആ നിലയ്ക്ക് ഒരു അമിതമായി വൈദ്യുതി ഉപഭോഗത്തിലേക്ക് എത്താത്ത രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ കഴിയും? ഈ 2 കാര്യങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയും പരിശോധനയും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിനകത്ത് ഒന്ന്, ഈ പീക്ക് ലോഡ് സമയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6:30 മുതൽ ഒരു 10:30 വരെ എന്നുള്ളത് മാറി ഒരു രാത്രിയിൽ 12:30, 1 മണി വരെയൊക്കെ നിൽക്കുന്ന പീക്ക് ലോഡ് സമയം ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉള്ള ഉപകരണങ്ങൾ, ഏതൊക്കെ ഉപകരണങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് അനിവാര്യമായത് മാത്രമായി പരിമിതപ്പെടുത്തുക എന്നതാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത്.
ഇപ്പോൾ വാഷിംഗ് മെഷീൻ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇസ്തിരിയിടൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഒരു രീതി ഉണ്ടാവും. അതൊക്കെ പരമാവധി പകൽ സമയത്തേക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ കഴിയുമോ എന്നത് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇപ്പം മോട്ടറിൽ വെള്ളം അടിക്കുന്നു, ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യണം. വെള്ളം പമ്പ് ചെയ്യാന്ന് വെച്ചാൽ 1 HP അല്ലെങ്കിൽ 1.5 HP മോട്ടോർ എന്ന് പറഞ്ഞാൽ അത് ഒരു ലോഡ് തന്നെയാണ്, പ്രധാനപ്പെട്ട ലോഡ് തന്നെയാണ്. അപ്പോൾ ഇസ്തിരിപ്പെട്ടി, അതുപോലെ തന്നെ പമ്പിംഗ് മോട്ടോറുകൾ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനുകൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഉപകരണങ്ങളൊക്കെ തന്നെ പരമാവധി അത് പകൽ സമയത്തേക്ക് മാറ്റുക എന്നതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അല്ലാണ്ട് നേരത്തെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 6 മുതൽ 10 വരെയുള്ള സമയത്ത് ഉപയോഗിക്കരുത്, അത് അതിനുശേഷം ഉപയോഗിച്ചോ എന്ന് പറയാമായിരുന്നു. പക്ഷെ ആ നിലയിൽ നിന്ന് ആ കാര്യത്തിനകത്ത് ചെറിയൊരു മാറ്റം വരേണ്ടതുണ്ട്. അത് പകൽ സമയത്തേക്ക് മാറ്റി, ഈവൻ മോർണിംഗ് സമയം ആയാൽ പോലും പ്രശ്നമില്ല എന്ന രൂപത്തിലുണ്ട്. കാരണം മോർണിംഗ് പീക്ക് പോലും ഇപ്പോൾ ഒരു 4500 4600 നിൽക്കുന്നത്. അപ്പോൾ വൈദ്യുതി ഉപഭോഗത്തിന് ഒരു സംസ്കാരം നമ്മൾ സൃഷ്ടിക്കേണ്ടത്, അതെ, പുതിയൊരു രീതിയിൽ അതിനെ കാണേണ്ടി വരും. അപ്പം ഈ ഇത്തരത്തിലുള്ള ലോഡ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരമാവധി നമ്മൾ അത് ഉപയോഗിക്കുന്ന സമയം മാറ്റുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തന്നെ കാര്യക്ഷമതയുള്ള ഉപകരണങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ നമ്മളൊരു ഫാൻ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ ഒരു AC ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ മറ്റൊരു ഉപകരണം ഉപയോഗിക്കുന്നു, ഒരു മൈക്രോവേവ് കുക്കർ ഉപയോഗിക്കുന്നു, ഇതൊക്കെ ഉപയോഗിക്കേണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഒന്നും തന്നെ ആഡംബരമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയുന്ന അവസ്ഥയല്ല. കാരണം ജനങ്ങൾക്ക് അതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ സാധാരണ മനുഷ്യന്മാർക്കും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുക എന്നത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ ചില ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒരു കാലത്തെ കുറിച്ചല്ല നമ്മൾ പറയുക. അങ്ങനെ വരുമ്പോൾ ഇതൊരു എന്താ പറയുക, ജീവിത ആവശ്യം എന്ന നിലയ്ക്ക് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് ഉപയോഗിക്കേണ്ട എന്ന നില നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് കാര്യക്ഷമമായിട്ടുള്ള ഉപകരണമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എഫിഷ്യൻസി സൂചിപ്പിക്കുന്നതിനുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള സാധനങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അതിന് വില കുറച്ച് കൂടുതലാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന വൈദ്യുതി ചാർജ് വെച്ച് പരിശോധിക്കുമ്പോൾ അത് കേരളത്തിന് ഒരു പൊതുവായിട്ടുള്ള ഒരു വികസനവുമായി ബന്ധപ്പെടുത്തിയും കൂടി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം AC ഇടുന്നു. ഒരാൾ AC ഇട്ട്, ഇപ്പം ഇന്നലെ വരെ ഫാൻ ഉപയോഗിച്ചിരുന്ന ഒരാൾ വലിയ ചൂടായിട്ട് AC മാറി. AC ഇടുമ്പോൾ തന്നെ ഫാനും കൂടി ഇട്ട് വെക്കാറുണ്ട് നമ്മൾ. ഇത് 2 തരത്തിലുള്ള പ്രതിസന്ധി ACക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, അതിന്റെ ത്രോ ഉണ്ടല്ലോ, അത് ഡിസ്റ്റർബ് ചെയ്യപ്പെടും. AC-യിൽ നിന്നുള്ള ഈ പറയുന്ന എയറിന്റെ ത്രോ ഉണ്ട്. ആ ത്രോ അവിടെ ഒരു ഫാൻ ഇട്ട് വെക്കുമ്പോൾ അത് ത്രോ ഡിസ്റ്റർബ് ചെയ്യപ്പെടുകയും AC കാര്യക്ഷമമല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പം വലിയ രൂപത്തിൽ എനർജി കൺസ്യൂം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ഫാനും കൂടി ഇട്ടു, അതുകൊണ്ട് കുറച്ചുകൂടി തണുക്കല്ലോ എന്ന രൂപത്തിലല്ല കാണുന്നത്, തണുക്കില്ല എന്നൊരു പ്രശ്നവും കൂടി അതിന്റെ കൂട്ടത്തിലുണ്ട്. അതായത് ഇപ്പം ഒരു ഫാന് നമ്മളൊരു റൂമിൽ ഉപയോഗിക്കുമ്പോൾ ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ടിട്ടാണ് ഫാൻ ഉപയോഗിക്കുക. കാരണം അത് എയർ സർക്കുലേഷൻ വർദ്ധിപ്പിക്കും, ആ നിലയ്ക്ക് നമുക്കൊരു കംഫർട്ട് തരും. ഇതാണ് ഫാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ സംഭവിക്കാറുള്ളത്. എന്നാൽ ഒരു AC ഇടുന്ന റൂമിൽ ഒരു ഫാൻ ഇട്ടാൽ എന്താ സംഭവിക്കുക? കംപ്ലീറ്റ് അടച്ച് മൂടപ്പെട്ട ഒരു മുറിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ ഫാൻ ഇടുമ്പോൾ ആ ഫാനിൽ ഉപയോഗിക്കുന്ന എനർജി കൂടി ഹീറ്റായി മാറുക എന്ന് പറയുന്ന പണി കൂടിയാണ് ചെയ്യുന്നത്. ആ ഹീറ്റ് ഈ AC അതിനെയും കൂടി തണുപ്പിക്കണം. അതോടൊപ്പം ഈ പറയുന്ന AC-യുടെ എഫിഷ്യൻസി പോകുന്നു, ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു, മൊത്തത്തിൽ തീരെ ഇൻഎഫിഷ്യന്റ് അല്ലാത്തൊരവസ്ഥയിലേക്ക് എക്സസ് എനർജി അവിടെ വേണ്ടി വരുന്നു. ഫാനിന് ഉപയോഗിക്കുന്ന എനർജി മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന ചൂട് കുറയ്ക്കാൻ വേണ്ടി വരുന്ന എനർജിയും കൂടി വേണ്ടി വരുന്നു എന്ന് ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ അക്കാര്യത്തിനകത്ത് നമുക്ക് ശ്രദ്ധിക്കണം. AC ഇടുകയാണെങ്കിൽ AC തന്നെ കിടക്കുക, അതിനപ്പുറത്തേക്ക് ഒരു ഫാനും കൂടി അവിടെ ഇടാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നമ്മളൊക്കെ കാണാറുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ചിലരൊക്കെ 17 ഡിഗ്രി സെന്റിഗ്രേഡിലൊക്കെയാണ് AC ഇട്ടത്. അങ്ങനെ AC ഇടുന്നു എന്ന് മാത്രമല്ല, വലിയ കമ്പിളി പതിപ്പും പുതച്ചിട്ടാണ് ഈ AC റൂമിൽ കിടക്കുക. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയി യഥാർത്ഥത്തിൽ ഉള്ള ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഒരു 27-28 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചറിൽ AC പ്രവർത്തിപ്പിക്കുന്നതാണ് കംഫർട്ടബിൾ ആയി കിടക്കാൻ കഴിയുക. പക്ഷെ ഇപ്പോൾ 23 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിന്ന് 26 ഡിഗ്രി സെന്റിഗ്രേഡ് ആക്കി നമ്മൾ ആ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് മാറ്റി, ആ 3 ഡിഗ്രി സെന്റിഗ്രേഡ് വ്യത്യാസം വരുന്നത് കൊണ്ട്
എനർജി എഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതാണ്. അപ്പൊ കറണ്ട് ചാർജിൽ വളരെ കുറവ്. അതായത് ഇപ്പോ ഒരു 1.5 ടണ്ണ് AC-യിൽ ഈ പറയുന്ന ഒരു യൂണിറ്റ് 1 ഡിഗ്രി സെന്റിഗ്രേഡ് ഈ പറയുന്ന ടെമ്പറേച്ചർ മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 30-40 വാട്ട് എനർജി സേവ് ചെയ്യുന്നതിന് തുല്യമായിട്ട് വരും. ഇപ്പോൾ 2-3 യൂണിറ്റ് മാറ്റിയാൽ ഒരു 10-60-70 വാട്ട് എനർജി സേവ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവും. ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ AC-കളും ആ രൂപത്തിലൊന്ന് കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ അത് ഉണ്ടാക്കുന്ന കംഫർട്ട് എന്ന സാധനം ചെറുതായിരിക്കില്ല. ഇതുപോലെ നമ്മുടെ എനർജി കാര്യമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഫ്രിഡ്ജുകൾ, റെഫ്രിജറേറ്ററുകളിൽ ആളുകളുടെ ഒരു ധാരണ റെഫ്രിജറേറ്ററുകളിൽ ഒരു സാധനം വെക്കാണ്ട് ഓണാക്കി വെച്ചാൽ എനർജി വളരെ കുറവായിരിക്കും എന്നാണ്. ഇപ്പൊ ഈ അടുത്ത് ഒരു പത്രത്തിലും കണ്ടു, ഈ റെഫ്രിജറേറ്ററിൽ സാധനങ്ങൾ കുത്തി നിറയ്ക്കരുത്, അതെന്തോ ദോഷമാണ്. പക്ഷേ റെഫ്രിജറേറ്ററിൽ പരമാവധി സാധനങ്ങൾ നിറച്ച് വെക്കുന്നത് തന്നെയാണ് ഗുണകരം എന്നത് ആണ് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് സാധനം ഒന്നും നിറച്ച് വെക്കാനില്ലെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുക, ഈ പറയുന്ന കണ്ടെയ്നേഴ്സ് അടച്ച് വെക്കുക, ഫ്രീ ആയിട്ടുള്ള കണ്ടെയ്നർ അടച്ചു വെക്കുക. അങ്ങനെ അടച്ചു വെച്ച്, കാരണം വെച്ചാൽ ഒരു ഫ്രിഡ്ജർ നമ്മൾ തുറക്കുന്നു, റെഫ്രിജറേറ്റർ നമ്മൾ തുറക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതിനുള്ളിലുള്ള എയർ പുറത്തേക്ക് വരും, ഫ്രഷ് എയർ ഉള്ളിലേക്ക് വരും, ഈ പുറത്തുള്ള ചൂടുള്ള വായു ഉള്ളിലേക്ക് വരും. അപ്പൊ അവിടുന്ന് പുറത്തു പോകാനുള്ള എയർ വളരെ കുറവായിരുന്നാൽ അവിടെ ഇനിയും വീണ്ടും പുതുതായി എന്താ പറയാ ഉള്ളിലേക്ക് കയറിയ എയറിനെ തണുപ്പിക്കാനുള്ള എനർജി കുറവായിരിക്കും. ഈ ചൂടുള്ള വസ്തുവൊക്കെ ഉള്ളിലേക്ക് കയറ്റി നിറച്ചു വെക്കുമ്പോൾ അത് അത്രയും ചൂട് തണുപ്പിക്കാനും കൂടി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് അത് ഗുണകരമല്ല. ഇപ്പൊ നിങ്ങളൊരു ഫ്രിഡ്ജിലേക്ക് ഒരു സാധനം വെക്കുകയാണെങ്കിൽ അത് പുറത്തിരുന്ന് തണുത്തതിന് ശേഷമേ ഉള്ളിലേക്ക് വെക്കാവൂ. എന്നാൽ പരമാവധി അതിനകത്ത് കാലി സ്ഥലം ഇല്ലാത്ത രൂപത്തിൽ തന്നെ നിറച്ചു വെക്കുന്നത് തന്നെയാണ് ഗുണകരം. ഇനി കാലി സ്ഥലം എവിടെയും ഉണ്ടെങ്കിൽ ഒരു 4-5 കണ്ടെയ്നർ അതിനുള്ളിൽ കയറ്റി വെച്ച് അത് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ വെക്കുന്നതായിരിക്കും AC പ്രവർത്തിപ്പിക്കുമ്പോൾ ഗുണകരമാകുക, റെഫ്രിജറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഗുണകരമാകുക. നമ്മളിപ്പം ഫാൻ ഉപയോഗിക്കുന്നു. അല്ല, അതിൽ തന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഡോറ് പൂർണ്ണമായി തുറന്നു വിടുന്നത് കൊണ്ട് അതിനകത്ത് എനർജി നഷ്ടമെന്ന് പറയുന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എങ്ങനെ? അതായത് നമ്മളിപ്പോൾ ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തുറന്നിടുക ഒക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, പുറത്തുനിന്നുള്ള എയർ കയറും. അപ്പൊ അവിടെ തണുപ്പിച്ച എയർ നഷ്ടപ്പെടുകയും തണുപ്പിക്കാനുള്ള എയർ കയറുകയും ചെയ്യും. അപ്പൊ പരമാവധി എണ്ണം കുറയ്ക്കുന്നത് നന്നാണ്. തുറക്കുന്നതിന്റെ ഡോറ് തുറക്കുക അടക്കുകയും ചെയ്യുന്നതിന്റെ എണ്ണം കുറയ്ക്കുക, അതുപോലെ തന്നെ ഡോറിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകണ്ട. അതുപോലെ തന്നെ ഈ പറയുന്ന റെഫ്രിജറേറ്ററിലൊക്കെ ടെമ്പറേച്ചർ സെറ്റിംഗ് അവിടെയും ഉണ്ട്. ഇപ്പൊ സമ്മർ ടൈമില് അതുപോലെ തന്നെ വിന്റർ ടൈമിലൊക്കെ എവിടെയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില സൂചകങ്ങളുണ്ട്. പരമാവധി മിനിമം എന്താ പറയാ എനർജി യൂസ് ചെയ്യുന്ന രൂപത്തിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും കൂടി അക്കാര്യത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ഡീഫ്രോസ്റ്റർ ഉപയോഗിച്ച് അതിനകത്ത് ഈ പറയുന്ന പോലെ ഐസ് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതും ഈ പറയുന്ന റെഫ്രിജറേറ്ററിന്റെ ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇത്തരത്തിൽ ഉപയോഗക്രമം ശ്രദ്ധിച്ചാൽ തന്നെ വലിയ രൂപത്തിൽ നമുക്ക് വൈദ്യുതി പാഴാകുന്നത് ഒഴിവാക്കാൻ കഴിയും എന്ന് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫാൻ ഉപയോഗിക്കുന്നു, ഫാൻ ഉപയോഗിക്കുമ്പോൾ അതിന് ഒച്ച ഉണ്ടാകുന്നത് എന്തൊരു മെച്ചമാണ് എന്നൊരു ധാരണ ചിലർക്കുണ്ട്. ഈ ഒച്ചയും എനർജി തന്നെയാണ്, കാരണം എനർജി ആ രൂപത്തിൽ കൂടി നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ കാറ്റായി കിട്ടുന്നതിന് പുറമെ ഒച്ചയായി കൂടി വരികയാണ്, ഹീറ്റ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഫാനൊക്കെ എപ്പോഴും ലൂബ്രിക്കേറ്റ് ചെയ്ത് വെക്കുക, പരമാവധി അതിന്റെ എന്താ പറയുക ബെയറിങ്സ് ഒക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പഴയ ഫാനുകൾ മാറ്റി ഒരു പുതിയ ഫാന് പിടിപ്പിക്കുക, BLDC ഫാനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഗുണകരമാണ്. BLDC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മൾ സാധാരണ ഫാനിൽ ഒരു 60 വാട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ 10-15 വാട്ടിലൊക്കെ തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന BLDC ഫാനുകൾ ഇപ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഗൃഹോപകരണങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് മാറ്റാവുന്നതാണ്. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ നമ്മൾ സാധാരണ ഇൻകാൻഡസെന്റ് ബൾബ് മാറ്റി LED എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ ഇപ്പൊ ഏറെക്കുറെ ആളുകളൊക്കെ തന്നെ LED ഉപയോഗിക്കുന്ന ആളുകളാണ്. LED ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ വാട്ടേജ് എന്ന് പറയുന്ന സാധനം, ഇപ്പം ഉദാഹരണത്തിന് ഒരു ബാത്റൂമിൽ ഉപയോഗിക്കുന്ന LED എന്ന് പറഞ്ഞാൽ ഒരു പരമാവധി 1 വാട്ടോ 2 വാട്ടോ LED മതി, അവിടെ 10 വാട്ട് LED കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ ഓരോ സ്ഥലത്തും എത്രയാണ്
വെളിച്ചം ആവശ്യമുള്ളത്, എത്രയാണ് ഒരു എന്താ പറയുക കാറ്റ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് നമുക്കത് വേണ്ടത്, ഇപ്പം റൂമിനുള്ളിൽ എത്രയാണ് തണുപ്പ് ആവശ്യമുള്ളത്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ഉപയോഗിച്ചാൽ യഥാർത്ഥത്തിൽ വൈദ്യുതി ഉപഭോഗത്തിനകത്ത് നല്ല കുറവ് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. അതുവഴി അവരുടെ ബൈമന്ത്ലി ലഭിക്കുന്ന ബില്ലിലും നല്ല കുറവ് പ്രതീക്ഷിക്കാമല്ലോ. ഒന്ന്, നമ്മുടെ ബില്ലിംഗ് രീതി ഞാൻ ടെലസ്കോപ്പിക് ആണല്ലോ. അതായത് വളരെ കുറഞ്ഞ ഉപഭോഗത്തിന് കുറഞ്ഞ റേറ്റ്, അതുപോലെ തന്നെ ഉയർന്ന ഉപഭോഗത്തിന് ഉയർന്ന റേറ്റുമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള വൈദ്യുതി ഉപഭോഗമാണ് കുറയ്ക്കുന്നത്. അപ്പം കുറയ്ക്കുന്ന വൈദ്യുതിക്ക് നിങ്ങൾക്ക് ഉയർന്ന നിരക്കിലാണ് റിട്ടേൺ കിട്ടുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ അതിനെ കാണുന്നത്, റിട്ടേൺ കിട്ടലാണല്ലോ. അപ്പം ഇപ്പം ഡൊമസ്റ്റിക് താരിഫ് 790 ആണ് ഉയർന്ന നിരക്കുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്ന ഒരാൾക്ക് ആ ലെവലിൽ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചത് 790 റിട്ടേൺ ആണ് കിട്ടുന്നത്. ശരാശരി നിരക്ക് ചിലപ്പോൾ 3.5 രൂപയോ അത് താഴുമായിരിക്കും. പക്ഷെ അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 790 ആണ് എന്ന നിലയിൽ നമ്മൾ അതിനെ കാണണം. അതുകൊണ്ട് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് ബില്ലിൽ ഇപ്പം ആകെയുള്ള വൈദ്യുതി ഉപഭോഗത്തിൽ 10% കുറച്ചാൽ ബില്ല് 10% കുറവല്ല വരിക, ചിലപ്പം പകുതിയായിട്ട് ബില്ല് കുറയുന്ന അവസ്ഥയുണ്ടാവും. വളരെ പ്രസക്തവും ജനോപകാരപ്രദമായ അഭിപ്രായങ്ങളാണ് ഡോക്ടർ എം ജി സുരേഷ് കുമാർ നമ്മളോട് ഷെയർ ചെയ്തത്. കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളുടെ ഏറ്റവും വലിയ പരാതി അവർക്ക് ബില്ല് വരുന്നത് വളരെ കൂടുതലാണ് എന്നാണ്. പലപ്പോഴും ഉപയോഗിക്കുന്ന വൈദ്യുതിക്കാണ് ബില്ല് വരുന്നതെങ്കിലും പക്ഷേ അങ്ങനെ അംഗീകരിക്കാൻ നമ്മുടെ കേരളീയ മനസ്സ് സമ്മതിക്കാറില്ല. പക്ഷേ ഡോക്ടർ എം ജി സുരേഷ് കുമാർ ഈ രംഗത്തെ വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ്. അദ്ദേഹം ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വൈദ്യുതി ഉപഭോഗരംഗത്ത് പകർത്തുമെങ്കിൽ വളരെ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഇത് ആരോസ് വരുന്നത്. അതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഡോക്ടർ എം ജി സുരേഷ് കുമാറിനെ ആരോസിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.